ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് അനഘ. ഞാൻ തുടങ്ങുന്നതിന് മുന്നേ ഒരു ഡിസ്ക്ലെയിമർ പറയട്ടെ. ഞാനൊരു പ്രൊഫഷണൽ സൈക്കോളജിസ്റ്റോ ഡോക്ടറോ ഒന്നുമല്ല. ഞാൻ എൻ്റെ പ്രൊഫഷൻ കംപ്ലീറ്റ്ലി വേറെയാണ്. പക്ഷേ എനിക്ക് ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാൻ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയത്. അപ്പോൾ ഞാൻ കാണുന്നുണ്ട്, കുറേ പേര് വീഡിയോസ് കാണുന്നുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ കമൻസ് ഒന്നും കാണുന്നില്ല. അപ്പോൾ ഇത് കുറച്ചും കൂടി ഒരു ഇൻറ്ററാക്റ്റീവ് സെഷൻ ആക്കാനാണ് എനിക്ക് താല്പര്യം. അപ്പോൾ ഞാൻ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കിനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും അറിവുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റായിട്ട് രേഖപ്പെടുത്തു. അപ്പോൾ അറിവെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് എഴുതി പഠിച്ചിട്ടുള്ള അറിവൊന്നുമല്ല, എക്സ്പീരിയൻസ് ആണ് ഏറ്റവും വലിയ അറിവ്. അപ്പോൾ അങ്ങനത്തെ എന്തെങ്കിലും എക്സ്പീരിയൻസുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഷെയർ ചെയ്യൂ. കല്യാണം കഴിക്കുന്നതിന് മുന്നേ നമ്മൾ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെ പറ്റി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് താഴെ എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇതുപോലെ എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്തു. ഇങ്ങനെ വീട്ടിൽ ആര് ജോലി എടുക്കണം, ആര് കുക്ക് ചെയ്യണം, എൻ്റെ ഇൻട്രസ്റ്റുകൾ എന്താണ്, അതിനെയൊക്കെ പറ്റി ഡിസ്കസ് ചെയ്തു. ഇതെല്ലാം എഗ്രി ചെയ്തതിന് ശേഷം കല്യാണം കഴിഞ്ഞിട്ടാണ് പറയുന്നത്, കല്യാണം നടക്കാൻ വേണ്ടിയിട്ട് ഞാനിതൊക്കെ എഗ്രി ചെയ്തതാണ്, ഇതൊന്നുമല്ല, ഞാനിതൊന്നും ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നമുക്ക് എന്ത് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ട് നമ്മുടെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കി കൊടുക്കാൻ ട്രൈ ചെയ്യാം. ഇപ്പം നമുക്ക് നല്ലൊരു ജോലി കിട്ടി, നല്ലൊരു സാലറി ഒക്കെ ഉള്ള നല്ലൊരു ജോലി കിട്ടി. നമ്മളത് വളരെ സന്തോഷത്തോടു കൂടി ചെയ്ത് തുടങ്ങി ഫസ്റ്റ് മാസം കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലാവുകയാണ് സാലറി കിട്ടണില്ല എന്ന്. അപ്പോൾ നമ്മൾ ചോദിക്കുമ്പോൾ പറയാണ് നെക്സ്റ്റ് മാസം സാലറി തരാം. അടുത്ത മാസം കഴിയുമ്പോഴും സാലറി കിട്ടണില്ല. പിന്നീടാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് ഇത് നിങ്ങൾക്ക് സാലറി കിട്ടണ ഒരു ജോലിയല്ല. എന്നാൽ നിങ്ങൾക്കിത് ക്വിറ്റ് ചെയ്യാൻ പറ്റുമോ? അതുമില്ല. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ? അതുമില്ല. നിങ്ങൾക്കിത് ലൈഫ് ലോങ് ആയിട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ട ഒരു ജോലിയാണ്. സാലറി ഇല്ലാണ്ടെന്ന് മനസ്സിലാവുമ്പോൾ നിങ്ങൾക്ക് വരുന്നൊരു ഫ്രസ്ട്രേഷൻ ഉണ്ടല്ലോ, ആ ഫ്രസ്ട്രേഷനാണ് നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് ഒറ്റയ്ക്ക് ഒരു അടുക്കളയിൽ കിടന്ന് ജോലി എടുക്കുക, അല്ലെങ്കിൽ വീട്ടിലെ എല്ലാ പണികളും ചെയ്യുക എന്ന് പറയുന്നത്. ഇങ്ങനെ പറഞ്ഞാലാണ് എനിക്ക് തോന്നുന്നു മെന്നിന് കുറച്ചും കൂടെ, ആൺകുട്ടികൾക്ക് കുറച്ചും കൂടെ മനസ്സിലാവുക. നിങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് കണ്ടിന്യൂസ് ആയിട്ട്, പക്ഷേ ഒരു ദിവസം പോലും നിങ്ങൾക്ക് സാലറി കിട്ടണില്ല. അത് ഭയങ്കര പെയിൻഫുൾ ആയിട്ടൊരു കാര്യമാണ്. ഇതൊന്ന് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ, അവർക്കത് മനസ്സിലാക്കാൻ പറ്റിയെന്നുണ്ടെങ്കിൽ അത് കുറേ ചേഞ്ചിന് കാരണമാവും. ഇതിനർത്ഥം നമ്മൾ അടുക്കളയിലെ പണിയെടുക്കുമ്പോഴോ കുക്ക് ചെയ്യുമ്പോഴോ നമുക്ക് സാലറി തരണം എന്നല്ല, പക്ഷെ നമുക്കൊരു എക്നോളജ്മെൻറ്റ് വേണം. അല്ലെങ്കിൽ നന്നായിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്ന് ഞാനും കൂടെ ഹെൽപ്പ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്കിത് ഒന്നിച്ച് ചെയ്യാം. ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് അറ്റ്ലീസ്റ്റ് ചെയ്തില്ലെങ്കിൽ കൂടി ഇത് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ. നിങ്ങൾ നിങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കിയിട്ട് ഒരാൾ ഹെൽപ്പ് ചെയ്യാൻ വരികയാണെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ഷെയർ ചെയ്യാൻ വരികയാണെന്ന് വിചാരിക്കും. അപ്പോൾ അയാളുടെ അടുത്ത് നമുക്ക് എന്തായാലും കൂടുതലായിട്ടൊരു സ്നേഹം തോന്നും, ഇല്ലേ? ഈ സ്നേഹം ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ ഇടയിൽ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് അത് കൂടുതൽ ബ്യൂട്ടിഫുൾ ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ എന്താണെന്നുണ്ടെങ്കിൽ ഈ കുക്കിംഗ് ക്ലീനിങ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര ബോറിംഗ് ആയിട്ടൊരു പരിപാടിയാണെന്ന് വിചാരിക്കരുത്. നിങ്ങൾ രണ്ടാളും കൂടുമ്പോൾ അതെങ്ങനെ കുറച്ചും കൂടിയും ബെറ്റർ ആക്കാം, അതെങ്ങനെ കുറച്ചും കൂടിയും എൻജോയബിൾ ആക്കാം എന്നുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ നിങ്ങൾക്ക് മ്യൂസിക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒരു ഇഷ്ടമുള്ള പാട്ട് അല്ലെങ്കിൽ ഒരു ഇഷ്ടമുള്ള പ്ലേലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് അത് എൻജോയ് ചെയ്തിട്ട് രണ്ടാളും കൂടി ഒന്നിച്ച് കുക്ക് ചെയ്ത് നോക്കൂ. അല്ലെങ്കിൽ മൂവീസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ള മൂവീസിനെ പറ്റിയിട്ട് സംസാരിക്കുക. അല്ലെങ്കിൽ ഞാൻ ഇന്ന മൂവി കണ്ടു എന്ന് നിങ്ങളത് കണ്ടു നോക്കുക. അല്ലെങ്കിൽ ഇപ്പോൾ കാണാൻ സമയമില്ലാത്ത ആളാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കഥ പറഞ്ഞു കൊടുക്കാം. അങ്ങനെയൊക്കെ നമുക്ക് ഒന്നിച്ചുള്ള ടൈം കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പോഡ്കാസ്റ്റ് വെച്ചിട്ട് അത് കേട്ടുകൊണ്ട് രണ്ടാൾക്കും കൂടിയിട്ട് കുക്ക് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഇൻ്റർവ്യൂ ഒക്കെ കണ്ടിട്ട് കുക്ക് ചെയ്യാം. ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ അത് ഭയങ്കര രസമാണ് ആക്ച്വലി, രണ്ടാളും കൂടി ഒന്നിച്ച് കിച്ചണിൽ നിൽക്കുമ്പോൾ. പിന്നെ ഏറ്റവും നല്ല കാര്യം എന്താണെന്നുണ്ടെങ്കിൽ നമുക്ക് റൊമാൻസിന് പറ്റിയൊരു പ്ലേസാണ് കിച്ചൺ. അത് ആണുങ്ങൾ ഇത്രയും കൂടി മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ, അവർക്കത് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് നെക്സ്റ്റ് ടൈം കിച്ചണിൽ വരുമ്പോൾ കുറച്ചും കൂടി ഒരു ഹാപ്പിനെസ് തോന്നാം. അയ്യോ എനിക്കിത് ചെയ്യണമല്ലോ, അങ്ങനെ തോന്നാണ്ട് ദിസ് ഈസ് എ ബെറ്റർ പ്ലേസ്, എനിക്കിവിടെ കുറച്ചും കൂടി എനിക്ക് റൊമാൻറ്റിക് ആവാൻ പറ്റുന്ന ഒരു പ്ലേസാണ് എന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ നമ്മൾ പറയാണ്ട് തന്നെ നെക്സ്റ്റ് ടൈം കൂടെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഞാനും എൻ്റെ ഹസ്ബൻഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര മൂവി ബസ്സാണ്. അതുപോലെ തന്നെ പാട്ട് രണ്ടാൾക്കും ജീവനാണ്. അപ്പോൾ നമ്മൾ കൂടുതലും പാട്ടിനെ പറ്റിയും മൂവീസിനെ പറ്റിയൊക്കെ സംസാരിച്ചിട്ടാണ് കൂടുതൽ കാര്യങ്ങളും ഒന്നിച്ച് ചെയ്യാറ്. അപ്പോൾ നമുക്കതൊരു ഭയങ്കര ടയേർഡായിട്ടൊരു അല്ലെങ്കിൽ ഒരു ടയറിങ് ആയിട്ടൊരു പരിപാടിയായിട്ട് തോന്നില്ല. ഒന്നിച്ച് വർക്ക് ചെയ്യാൻ നമുക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അങ്ങനെ ഒന്നിച്ച് വർക്ക് ചെയ്യുന്നതിൻ്റെ പോസിറ്റീവ് സൈഡ്സ് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പുരുഷന്മാർ കുറച്ചും കൂടെ ഭാര്യമാരുടെ കൂടെ വർക്ക് ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്.
പിന്നെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഇനീഷ്യൽ ഡേയ്സിൽ കുറച്ചും കൂടി പെൺകുട്ടികൾ ഓക്കെ എൻ്റെയാണ് റെസ്പോൺസിബിലിറ്റി, അല്ലെങ്കിൽ മറ്റേ ആൾക്ക് അറിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇനീഷ്യലി കുറച്ചും കൂടിയും ആ ഒരു റോൾസ് എടുത്തിട്ട് ചെയ്യാൻ തുടങ്ങും. അപ്പം അതിൻ്റെ പ്രശ്നം എന്താണെന്നുണ്ടെങ്കിൽ വൺസ് അത് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് അയാളുടെ മാത്രം ഒരു ഡ്യൂട്ടി ആയിട്ട് മാറും. അപ്പോൾ തുടക്കം തൊട്ട് തന്നെ പാർട്ട്ണറിനെ ഇൻസിസ്റ്റ് ചെയ്യണം, ഹസ്ബൻഡ്സിനെ ഇൻസിസ്റ്റ് ചെയ്യണം, ഇത് നിങ്ങൾ ചെയ്യണം കേട്ടോ പ്ലീസ്. ആദ്യമൊക്കെ ചിലപ്പോൾ കുറച്ച് പ്ലീസൊക്കെ പറയേണ്ടി വരും, അത് നോക്കണ്ട, കുഴപ്പമില്ല. കാരണം എന്താണെന്നുണ്ടെങ്കിൽ ഇവർ കണ്ടു വളർന്നിരിക്കുന്ന സാഹചര്യം അതല്ല. അവരുടെ വീട്ടിലാണെങ്കിൽ ഞാൻ എന്ത് കാര്യം പറയുകയാണെങ്കിലും ഞാൻ ജനറലൈസ് ചെയ്ത് പറയല്ല, മെജോറിറ്റിയുടെ കാര്യമാണ് പറയുന്നത്. അമ്മമാരായിരിക്കും കൂടുതൽ ക്ലീനിങ്, വീട് വൃത്തിയാക്കുക, അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യുക. അപ്പോൾ അവർ കണ്ടു വളർന്നിരിക്കുന്ന സാഹചര്യം അതാണ്. അതിൽ നിന്ന് പെട്ടെന്ന് ഒരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടായിരിക്കും. നമുക്കാണെങ്കിൽ ഇപ്പോൾ പെൺകുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നമ്മൾ കണ്ടിരിക്കുന്നത് നമ്മുടെ അമ്മമാരോ, അപ്പോൾ നമുക്ക് ആ റോൾ എടുക്കാൻ കുറച്ചും കൂടി ഒരു ഈസിനെസ് ഉണ്ടായിരിക്കും. ആൺകുട്ടികൾക്ക് അത്ര ഈസിനെസ് ഉണ്ടായിരിക്കില്ല. അപ്പോൾ നമ്മൾ പിന്നാലെ നടന്ന് ഇൻസിസ്റ്റ് ചെയ്ത് പുഷ് ചെയ്ത് നമ്മൾ തളർന്നാലും അവരെ അതിലേക്ക് എത്തിക്കണം. ഇല്ലെങ്കിൽ പിന്നീട് ഒരു കുട്ടിയൊക്കെ ആയി കഴിയുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ എന്താണ്, നമ്മുടെ സെക്കൻഡ് ജനറേഷൻ, നമ്മുടെ കുട്ടികളും ഇത് തന്നെ കണ്ടു വളരും. അപ്പോൾ സൊസൈറ്റിക്ക് യാതൊരു വക ചേഞ്ചും ഉണ്ടാവാൻ പോണില്ല. അപ്പോൾ നമ്മൾ ഉറപ്പായിട്ടും നമ്മുടെ ഹസ്ബൻഡ്സിന് ഈക്വൽ ആയിട്ട് ഒരു റെസ്പോൺസിബിലിറ്റി വീടിൻ്റെ ഏൽപ്പിക്കണം. അത് ആദ്യം പറ്റില്ല. ഇതെല്ലാം അവർക്ക് ഈ ഒരു ചേഞ്ച് മൊത്തത്തിൽ മെന്നിന് ന്യൂ ആണ്. അപ്പോൾ അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ നമ്മൾ വിട്ടുകൊടുക്കാൻ പാടില്ല. അത് ഇൻസിസ്റ്റ് ചെയ്ത് അവരെ കൊണ്ട് അത് മനസ്സിലാക്കിപ്പിക്കണം. ഇതുപോലെ സ്നേഹത്തിൻ്റെ ഒരു ഭാഷയാണ് നമുക്ക് ആദ്യമായിട്ട് ട്രൈ ചെയ്യാൻ പറ്റുക. അതിലൊന്നും നമുക്ക് ഒരു റിസൾട്ടും കിട്ടണില്ല എന്നുണ്ടെങ്കിൽ സെക്കൻഡ് നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ് റിബലായിട്ടുള്ളൊരു ബിഹേവിയർ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, നമുക്ക് എന്താണോ ഇഷ്ടം നമ്മളത് ചെയ്യാം. നമുക്ക് എന്താണോ കഴിക്കാൻ ഇഷ്ടം അത് മാത്രം കുക്ക് ചെയ്യുക. നമുക്ക് എപ്പോൾ വീട് ക്ലീൻ ചെയ്യാനാണോ ഇഷ്ടം അപ്പോൾ മാത്രം ക്ലീൻ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഹസ്ബൻഡ് ചിലപ്പോൾ വിചാരിക്കും ഇതിന്, പക്ഷേ പ്രോബബിലിറ്റി കുറവാണ്, ഞാൻ എപ്പോഴും ഫസ്റ്റ് മെത്തേഡാണ് സജസ്റ്റ് ചെയ്യുള്ളൂ. പക്ഷേ അതിൽ നമുക്ക് റിസൾട്ട് കിട്ടണില്ല എന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് റിബലാവുക, മറ്റേ ആളുടെ ഇഷ്ടം നോക്കാണ്ടിരിക്കുക. നമുക്ക് വേണ്ടിയിട്ട് എങ്ങനെയാണോ പറ്റുക, നമുക്ക് എന്ത് കുക്ക് ചെയ്യാനാണോ പറ്റുക അത് ചെയ്യുക. സിമ്പിളായിട്ട് എന്താണോ പറ്റുക അത് മാത്രം ചെയ്യാം. അപ്പോൾ മറ്റേ ആൾക്ക് ചിലപ്പോൾ തോന്നാം ഓക്കെ എനിക്ക് വേണ്ട കാര്യങ്ങൾ കിട്ടണില്ല, അതുകൊണ്ട് ഞാനും കൂടിയും ഇൻട്രസ്റ്റ് എടുക്കണം എന്നുള്ളത്. പക്ഷേ ഇതിന് പ്രോബബിലിറ്റിയും ചാൻസസും കുറവാണ്. പക്ഷെ ചിലപ്പോൾ വർക്കാവുകയും ചെയ്യാം. ഇനി എനിക്ക് പെൺകുട്ടികളോടാണ് പറയാനുള്ളത്, നിങ്ങൾ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഒരു രക്ഷയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ജോലി കണ്ടുപിടിക്കുക. ഇനിയിപ്പോൾ ജോലിയുള്ള ആളാണെന്നുണ്ടെങ്കിൽ ആ ജോലിയിൽ ദി ബെസ്റ്റ് ആവാനായിട്ട് ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക, നിങ്ങളെ കൂടുതൽ സ്നേഹിക്കുക, എല്ലാ കാര്യത്തിലും സന്തോഷം കണ്ടെത്താൻ ട്രൈ ചെയ്യുക, നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യുക, ലൈഫ് ഫുള്ളായിട്ട് എൻജോയ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ മനസ്സിൽ വന്ന സൊല്യൂഷൻസ്. ഇതിനേലും ബെറ്റർ ആയിട്ടുള്ള സൊല്യൂഷൻസ് ഉണ്ട്, നിങ്ങൾ ചെയ്ത് വിജയം കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. അപ്പോൾ അത് മറ്റുള്ളവർക്കും കൂടി ഹെൽപ്ഫുൾ ആവും. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ബാക്കി ആരുടെ അടുത്തും പറയാൻ പറ്റാത്ത എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്, നിങ്ങൾക്ക് അതൊന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സൊത്തിരി കൂടി ഒന്ന് ഫ്രീ ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ മെയിൽ ID തരാം. തീർച്ചയായും എനിക്ക് മെയിൽ അയക്കും. നിങ്ങൾക്ക് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ഇതുപോലെ അതിനെപ്പറ്റി സംസാരിക്കാം. നിങ്ങളുടെ പേരുകൾ ഞാൻ അതിലേക്ക് യൂസ് ചെയ്യില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക്